ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ളവർ കൈപൊക്കുക. എന്തൊരു ചോദ്യം, മണ്ടൻ ചോദ്യം അല്ലേ? ചേട്ടൻ കരഞ്ഞിട്ടില്ല? കരഞ്ഞിട്ടുള്ളവർ കൈപൊക്കൂ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടില്ല? ദൈവമേ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ജീവിതം തന്നെ കരഞ്ഞുകൊണ്ടാണ് അല്ലേ? കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും പറയും എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ, കൊച്ചു കരഞ്ഞു കാണുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ് കരച്ചിലാണ്. എല്ലാ ദിവസവും കരയുന്നവർ കൈ പൊക്കണ്ട. ചിലർ റെഡിയായിട്ടിരിക്കുക. കാരണം കർത്താവെ, ഞങ്ങളുടെ മെയിൻ പരിപാടി തന്നെ അത് തന്നെയാണ്. രാവിലെ തൊട്ട് കരച്ചിലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി അല്ലേ? എന്തോരം നമ്മൾ കരഞ്ഞു കൂട്ടുന്നു അല്ല? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ കരച്ചിലിന് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? എന്നാ പിന്നെ എന്തിനാ പിന്നെയും കരയണേ? ഈ പോട്ട ആശ്രമത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഈ മണ്ണിൽ ഒരുപക്ഷെ എത്രയോ അനേകരായിരങ്ങളുടെ പതിനായിരങ്ങളുടെ കണ്ണുനീർ തുള്ളി വീണിട്ടുള്ളൊരിടമാണ് ഈ പോട്ട ആശ്രമത്തിൻ്റെ വലിയൊരു പ്രത്യേകത. കാരണം എന്താ? ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ നടുവിൽ നമ്മൾ എപ്പോഴാണ് കരയുന്നത്? ഇനി എന്തു ചെയ്യണമെന്നറിയാതെ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ, ജീവിതത്തിൽ അങ്ങേയറ്റം ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. പലപ്പോഴും പലരും ഈ കരച്ചിലിനെ ഒരു നാണക്കേടിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാറുണ്ട്. ചിലരുടെ കരച്ചിൽ സിനിമ കാണുമ്പോൾ കരയുന്നവരിവിടെ ഉണ്ടാവും. ഉണ്ടോ? സിനിമ കാണുമ്പോൾ അല്ലേ, സീരിയൽ കാണുമ്പോൾ കരയുന്നവർ, ചിലരാരും കാണാതെ കരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ, കരഞ്ഞില്ല എന്ന് വരുത്തി തീർക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും കരയുന്നവരാണ്, പല സാഹചര്യങ്ങളിലും കരയുന്നവരാണ്. ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് കരയാൻ ആഗ്രഹിക്കുന്നവരും, ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരും, ഇപ്പം കരയുമെന്നും കരുതി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. നമുക്കിതൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? പലതകരം നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒച്ചത്തിൽ പറഞ്ഞ സങ്കീർത്തനം 56 8 തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ.